ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളാണ്. ധനികനായ യുവാവ് യേശുവിനോട് ചോദിച്ചു, നിത്യരാജ്യം അവകാശപ്പെടാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു. വളരെ ലാഘവത്തോടെ അവൻ മറുപടി പറഞ്ഞു, ഇതൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. ഒരു ആവറേജ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവകൽപ്പനകൾ പാലിക്കുന്നത് അവൻ്റെ ജീവിത ചര്യയുടെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഫരിസേയൻ വളരെ കൃത്യതയോടുകൂടി അവൻ പാലിച്ച കൽപ്പനകളെ കുറിച്ച്, അവൻ ഏറ്റെടുത്ത ഉപവാസത്തെക്കുറിച്ച്, അവൻ കൃത്യമായി കൊടുത്ത ദശാംശത്തെക്കുറിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇവിടെയും കൃത്യമാണ് ധനികനായ യുവാവിൻ്റെ ഉത്തരം. കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചു. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈശോ പറഞ്ഞ അടുത്ത സെന്റൻസ് അവനെ അക്ഷരാർത്ഥത്തിൽ കുലുക്കി. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നിനക്ക് വേണ്ടത് കൽപ്പനകളുടെ ഭാഗമാണ്. എന്നാൽ നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നു. ഈശോ പറഞ്ഞു, നിനക്കുള്ളതെല്ലാം ഒരുത്തരുത്. ആദിമസഭയുടെ ചൈതന്യം എന്താണ്, ക്രിസ്തു ശിഷ്യന്റെ മനോഭാവം എന്താണ്, ഈശോ വ്യക്തമായ ഭാഷയിൽ അവനോട് പറയുകയാണ്. വ്യസനത്തോടെ അവൻ മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അന്ന് രാത്രി ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, സ്വർഗരാജ്യത്തെ പ്രതി സഹോദരനെയോ സഹോദരിയെയോ ഭാര്യയോ മാതാപിതാക്കളെയോ സ്വത്തുവകകളോ ഉപേക്ഷിക്കുന്നവന് ദൈവരാജ്യത്തിൽ എത്രയോ മടങ്ങ് വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ. ഈ പ്രത്യാശ ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് രഹസ്യമായി വെളിപ്പെടുത്തി കൊടുത്ത അതേ ആർജവത്വത്തോടു നമ്മുടെ മുമ്പിലുമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം സ്വന്തമാക്കുകയാണ്, പരിപൂർണനാവുകയാണ് നമ്മുടെ അനിവാര്യത. ഈശോ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയാകുന്നു. അനുദിനം കടന്നു പോകുന്ന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഈ പങ്കുവെക്കലിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ള സൂചനകളായി ഇല്ലാത്തവനെ ചേർത്ത് പിടിക്കണം, പാവപ്പെട്ടവന്റെ ഭക്ഷണം ചേർക്കണം, അവന്റെ കണ്ണീരിന്റെ ഉപ്പുരസം തിരിച്ചറിയും. ഞാൻ അവന്റെ സ്ഥാനത്ത് ഇറങ്ങുന്ന അവന്റെ നൊമ്പരത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെവരെ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഇത് വെറുതെ ഒരു പാസിംഗ് മൊമെന്റ് ആയിട്ട് ദശാംശം കൊടുക്കാനുള്ള അവിടുത്തെ പരാമർശം തന്നെ ഇവിടെ സഖ്യഭൂഷണക്കായി ക്രിസ്തുവിന്റെ മറ്റു ശിഷ്യന്മാരും ആദിമ ക്രൈസ്തവ സമൂഹം ഓരോ ശിഷ്യന്മാരും ആദ്യം ചെയ്തത് അവരുടെ സ്വത്തെല്ലാം
ബോധ്യത്തോടുകൂടി പങ്കുവെക്കൽ എൻ്റെ ദൗത്യമാണ് എന്ന്, കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.